اللهم صل على سيدنا മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിൻ്റെ 13 നോമ്പുകൾ അൽഹംദുലില്ലാഹ് പൂർത്തിയായി. അള്ളാഹു അതിലെ വീഴ്ചകളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന് പൊരുത്തപ്പെട്ട അമലാക്കി പരിശുദ്ധ റമദാനിലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ, നമ്മുടെ ഓരോ ചലന നിശ്ചലനങ്ങളെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാക്കി അതെല്ലാം ആ സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് അള്ളാഹു അനുകൂല സാക്ഷിയാക്കി തരുമാറാകട്ടെ. നമ്മൾ ധാരാളം വർഷങ്ങളായി ദുആയിരക്കുന്നു, ഓരോ റമദാൻ തരണേ അല്ലാ, അടുത്ത റമദാനും തരണേ അല്ലാ, റമദാനിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും തരണേ റബ്ബേ. നമ്മളൊക്കെയാണ് റബ്ബിനോട് അപേക്ഷിച്ചു. അൽഹംദുലില്ലാ, ഈ റമദാനിൽ നമുക്കിതാ മധ്യഭാഗത്തേക്ക് അടുക്കുകയാണ്. ഇനി ഇത്ഖും മിനന്നാറിൻ്റെ 10 വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കുന്നു. ഓരോ റമദാനുകളും കിട്ടണമെന്ന കൊതിയോടെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. പുണ്യ റമദാനിൻ്റെ റിസ്ഖ് അള്ളാഹു നമുക്ക് എവർക്കും നൽകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ മഈശത്ത് അള്ളാഹു വിശാലമാക്കി തരട്ടെ. ഇസ്തിഖാമത്ത് നൽകട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ തഖ്വ അള്ളാഹു നമുക്ക് എവർക്കും നസീബാക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. വിശേഷമായി ഇന്ന് നോമ്പ് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട VKM ബ്രദേഴ്സിൻ്റെ പ്രിയ സഹോദരങ്ങൾ, കൂട്ടുകാർ, എല്ലാ നന്മകളിലും മുന്നിട്ട് ഒരു മടിയുമില്ലാതെ മുന്നിൽ നിന്ന് നയിക്കുന്നവർ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അവർ നൽകിയതിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നോമ്പുകാരുടെ വിലപ്പെട്ട ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടങ്ങളിലേക്ക് അള്ളാഹു സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നോമ്പുകാർക്ക് സുന്ദര സുവനത്തിൽ റയ്യാൻ എന്ന ഒരു ബാബുണ്ടെന്നാണ്. ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ മഹാനവറുകൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഒരു അനുഗ്രഹീത ഹദീസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും വളരെ പവിത്രമായ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഇബാദത്തുകൾ ഓരോന്നിനും അത് ചെയ്താൽ അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില ബാബുകൾ സ്വർഗത്തിലുണ്ടെന്നാണ്. 5 വഖത്ത് സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്ന ഒരു മുഅ്മിന് അള്ളാഹു സ്വർഗത്തിൽ ബാബു സ്വലാത്ത്, നിസ്കാരക്കാർക്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹു ബാബ് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ ആ വാതിലിലൂടെ അവരെ വിളിക്കും. അതുപോലെ തന്നെ ധർമ്മസമരത്തിൽ ദീനിനു വേണ്ടി പടപുരുതി ധർമ്മസമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച മഹത്തുക്കൾക്കു വേണ്ടിയും അള്ളാഹു ബാബുൽ ജിഹാദ്, പ്രത്യേകമായ വാതിൽ സ്വർഗത്തിലേക്ക് അവരുടെ ആ ജിഹാദ് ചെയ്ത് മരണപ്പെട്ടതിൻ്റെ പേരിൽ അതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരെ സ്തുതിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകാൻ ബാബുൽ ജിഹാദ് അവർക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, പരിശുദ്ധമായ റമദാനിലെ നോമ്പ് പിടിച്ചവർക്കും ആ സൂക്ഷ്മത നിലനിർത്തിയവരാണെങ്കിൽ അനുകൂല സാക്ഷിയായി ആ നോമ്പ് അവർക്ക് മാറുമ്പോൾ ബാബു റയ്യാനിലൂടെ അവരെ വിളിക്കും. ഇതിലേറ്റവും പ്രധാനമായി ഉണർത്തുന്നത് നിസ്കാരത്തിൻ്റെ വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ലികുല്ലി അഹ്ലി അമലിൻ ബാബുൻ യുദ്ഔന മിൻഹു ബിദാലിക്കൽ അമൽ. ഏത് അമലിലാണോ ഒരാൾ റബ്ബിൻ്റെ പൊരുത്തം നേടിയത്, നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണോ, ജിഹാദിൻ്റെ വിഷയത്തിലാണോ, നോമ്പ് പിടിച്ചതിൻ്റെ പേരിലാണോ, സക്കാത്ത് കൃത്യമായി സൂക്ഷ്മതയോടെ കൊടുത്തതിൻ്റെ പേരിലാണോ, പാവങ്ങളെ സഹായിച്ചതിൻ്റെ പേരിലാണോ, നന്മകൾക്ക് ആ പേരിൽ ബാബിലൂടെ അവർക്ക് അതേ പേരിലുള്ള വാതിലൂടെ വിളിക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അതിലാദ്യമായി വളരെ പ്രാധാന്യത്തോടെ ഉണർത്തുന്ന ഒരു വിഷയം നിസ്കാരമാണ്. 5 വഖത്ത് നിസ്കാരം വളരെ സൂക്ഷ്മതയോടെ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുക. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിസ്കാരം നിലനിർത്തണം. റമദാനിൽ കിട്ടുന്ന ഈ ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ഉണർത്തുന്നു. നമ്മുടെ ബാധ്യതയായി, കടമായി നമ്മുടെ നിസ്കാരം ഖളാ ആയി കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ റൂഹ് പിരിഞ്ഞാൽ അവൻ നഷ്ടത്തിലാണ്. മനഃപൂർവ്വം ഖളാ ആക്കുന്നവൻ 80 ഹുഖ്ബ നരകത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൻ്റെ അന്നത്തിന് വേണ്ടിയുള്ള ഓടി നടക്കുന്ന ആ സമയം കഴിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയത്തും ഖളാ വീട്ടണം. റവാത്തിബ് സുന്നത്തും തറാവീഹും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വിത്ർ നിസ്കാരവും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഖളാ വീട്ടേണ്ട നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടുക അതിവേഗം.
നിസ്കാരത്തിൻ്റെ ഫർദിൻ്റെ സമയത്തേക്ക് വരുമ്പോൾ ഫർദ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, മുമ്പും ശേഷവുമൊക്കെ നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഖളാ വീട്ടാൻ വേണ്ടി സമയം കണ്ടെത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മൾ തറാവീഹിൽ വരുമ്പോൾ ആ തറാവീഹ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് 20 റക്അത്തായി രചപ്പെടുത്തിയ ആ തറാവീഹ് നിസ്കാരം കൃത്യമായും ഓരോ 2 റക്അത്തിന്റെ തുടക്കത്തിലും നിയ്യത്ത്, തറാവീഹിന്റെ സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ഞാൻ കരുതി, ഇമാമോടുകൂടെ നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന നിയ്യത്തിൽ തറാവീഹ് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് സലാം വീട്ടി കഴിയുമ്പോൾ നിയ്യത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പുതിയ നിയ്യത്തൊന്ന് പുതുക്കണം. പുതുതായി വീണ്ടും 2 റക്അത്ത് തറാവീഹിന്റെ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. 2 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് പോയവന് 2 റക്അത്തിന്റെ കൂലി കിട്ടും. 4 റക്അത്ത് നിസ്കരിച്ച് പോയവന് 4ന്റെ കൂലി കിട്ടും. 8 റക്അത്ത് നിസ്കരിച്ച് പോയവന് 8 റക്അത്തിന്റെ കൂലി കിട്ടും. 16 ആണെങ്കിൽ 16ന്റെ കൂലി കിട്ടും. 20 പൂർണ്ണമായി നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയവന് കാമിലായ 20ന്റെ പ്രതിഫലം കിട്ടും. എല്ലാ 2 റക്അത്തിന് മുമ്പും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ നിയ്യത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ സാധാരണ നമ്മൾ ഫർദ് നിസ്കാരത്തിൽ ദുആ ഉൽ ഇഫ്തിതാഹ്, ഞാൻ ഈ പറയുന്നത് നിസ്കാരത്തെ വളരെ സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്നവൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞല്ലോ, വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. അവൻ്റെ നിസ്കാരം പൊരുത്തപ്പെട്ട റബ്ബിന് ഇഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ തീർച്ചയായും അതിനുശേഷം അവനിൽ പാവങ്ങൾ ഉണ്ടാവുകയില്ലെന്നാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായും നിസ്കാരം തിന്മകളിൽ നിന്ന് അവനെ അകറ്റുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ മാധുര്യം അവന് ലഭിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ നിസ്കാരത്തിൻ്റെ മാധുര്യം ലഭിക്കുമാർ അത്രയും സൂക്ഷ്മതയോടെ അവൻ നിസ്കരിച്ചുവോ? അതാണ് ചോദ്യം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, الذين هم في صلاتهم സാഹൂൻ വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് അള്ളാഹു നാശം എന്ന് പറഞ്ഞത്. അവരുടെ നിസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. الذين هم عن صلاتهم സാഹൂൻ, അവരവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരാണ്. നിസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിയുമ്പോൾ തന്നെ അവരുടെ ചിന്തകളൊക്കെ, ധാരാളം ചിന്തകൾ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരും. അനാവശ്യമായ ചിന്തകൾ വരും. നിസ്കാരത്തിനെ കുറിച്ചുള്ള ഗൗരവം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു എങ്ങനെ ഒരു ബാബ് ഒരുക്കി വെച്ചിട്ടില്ല. ബാബു സ്വലാത്ത്, നിസ്കാരക്കാരെ വിളിക്കാൻ ഒരു ബാബ് സ്വർഗത്തിലില്ല. ആർക്കു വേണ്ടിയാണ് ആ ബാബ് ഒരുക്കിയിട്ടുള്ളത്? നിസ്കാരം വളരെ സൂക്ഷ്മതയോടെ നിർവഹിച്ചവർക്ക് വേണ്ടിയുള്ള ബാബാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന കാര്യം ഇന്ന് പറയാനുള്ളത്, നമ്മുടെ തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ധാരാളം കറാഹത്ത് വരുത്തി വയ്ക്കും. സമയബന്ധിതമാണ്. കൃത്യം ചിലപ്പോൾ 9 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീർക്കുന്ന ഒരു ഏർപ്പാടായിരിക്കും. മിക്ക പള്ളികളിലും ചെറിയ ചെറിയ സൂറത്തോതും, അലം തറ കൈഫ മുതൽ പിന്നെ സൂറത്തുൻ നാസ് വരെ, സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതിയിട്ട് നിസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ സൂറത്തുൽ ദുഹാ മുതൽ നാസ് വരെ ആയിരിക്കാം. ചിലത് പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾ ഓതും. സൂറത്ത് റഹ്മാനിൽ നിന്നും മറ്റും ഓതി നിസ്കരിക്കുന്നുണ്ടാവും. ചിലത് ഖത്മ ചെയ്യും പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു ജുസു, 1.25 ജുസു ഒക്കെ ഒരു നിസ്കാരത്തിൽ തറാവീഹിൻ്റെ 20 റക്അത്തിലായിട്ട് ഓതി തീർക്കുന്ന ഇടങ്ങളുണ്ടാവും. ഏതായാലും നമ്മൾ നിസ്കരിക്കുന്ന ഓരോ തറാവീഹിലും എന്തുകൊണ്ട് ഫർദ് നിസ്കാരത്തിൻ്റെ ദുആ ഉൽ ഇഫ്തിതാഹ് പോലെ ഫർദ് നിസ്കാരത്തിൽ ദുആ ഉൽ ഇഫ്തിതാഹ് പ്രാരംഭ ദുആ ഓതുന്നതിൽ നമ്മൾ എല്ലാവരും കണിശതയുള്ളവരാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, അനുഗ്രഹീതമായൊരു ദുആയാണ്. ആ പ്രാരംഭ ദുആ പൂർണ്ണമായിട്ട് പറയാൻ സമയമില്ല തറാവീഹ് നിസ്കാരത്തിൽ. പക്ഷേ ഒരു തവണ ഉണർത്തിയതാണ്, അവിടെ അത് മനഃപൂർവ്വം ഒഴിവാക്കൽ കറാഹത്താണ്. ഫത്ഹുൽ മുഈൻ ഉണർത്തുന്നു. അതുകൊണ്ട് അവിടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, വളരെ ലയ്യനായ ചെറിയ ഒരു ഭാഗം പറഞ്ഞാൽ തന്നെ പ്രാരംഭ ദുആഇന്റെ പ്രതിഫലം കിട്ടി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് ഒന്ന് പറഞ്ഞ്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. അപ്പോൾ നിയ്യത്ത് പറഞ്ഞ്, തറാവീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറഞ്ഞാൽ ആ ഒരു കറാഹത്ത് ഒഴിവായി. അൽഹംദുലില്ലാ. അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ളത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അവിടെയും കറാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മനഃപൂർവ്വം ഒഴിവാക്കിയാൽ കറാഹത്ത് സംഭവിക്കും. നിസ്കാരത്തിൽ അങ്ങനെ 20 റക്അത്ത് നിസ്കാരത്തിൽ 10 കറാഹത്ത്. ഫാത്തിഹയുടെ അഊദ് ഒഴിവാക്കിയത് കൊണ്ട് തഅവ്വുദ് ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ കിട്ടുന്ന കറാഹത്ത്. എന്തിനാണ് ഇത് വരുത്തുന്നത്? വളരെ സിമ്പിളായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടുന്ന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഫാത്തിഹ ഓതി പൂർത്തിയാക്കി, ചെറിയൊരു സൂറത്ത് ഓതി. പിന്നെ നിങ്ങൾ റുക്കൂഅ് സുജൂദൊക്കെ കഴിഞ്ഞ് അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ഒരു വിഷയമുണ്ട്, വളരെ പ്രധാനപ്പെട്ട
അത്തഹിയ്യാത്തിന്റെ ഫർളായ ഭാഗമൊക്കെ പൂർത്തിയായി കഴിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അധികം പേരൊന്നും സലാം വീട്ടും അല്ല, അവിടെ 4 കാര്യങ്ങളെ കൊണ്ട് കാവൽ തേടിയിട്ടല്ലാതെ നിങ്ങൾ സലാം വീട്ടാൻ പാടില്ലെന്നാണ്. അത് മനഃപൂർവ്വം ഒഴിവാക്കുമ്പോഴും അവിടെ കറാഹത്ത് സംഭവിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. അല്ലാഹുവേ, നരകീയ ശിക്ഷയിൽ നിന്ന് നിന്നോട് കാവൽ തേടാണ്. അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ജീവിത മരണത്തിനിടയിലുള്ള ഫിത്നകളിൽ നിന്ന് സലാമത്ത് വേണം അല്ലേ. അല്ലാഹുവേ, മസീഹ് ദജ്ജാലിന്റെ ശർറിൽ നിന്ന് കാവൽ വേണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബറിലെ ശിക്ഷയെ തൊട്ട്, വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയിൽ നിന്നും കാവൽ തേടണം. ഇങ്ങനെ 4 കാര്യത്തിൽ നിന്ന് കാവൽ തേടിയിട്ടല്ലാതെ നിങ്ങൾ സലാം വീട്ടരുത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ റമദാനാണ്, തറാവീഹിന്റെ കാര്യം ഉണർത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മളൊരു പകുതി ഭാഗത്തേക്ക് റമദാനിലെത്തിയിരിക്കുകയാണ്. എല്ലാ തറാവീഹിന്റെ തുടക്കത്തിലും ഇങ്ങനെ പറയണം. അത്തഹിയ്യാത്തിന്റെ ഭാഗത്തുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ പറയേണ്ട അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അൽഹംദുലില്ലാഹ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് സലാം വീട്ടാം. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിന്റെ ഒരു റാഹത്തായ ഒരു രൂപം നമുക്ക് ലഭിച്ചു. ഇങ്ങനെ നിസ്കാരത്തെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അവനാണ് സ്വർഗത്തിൽ നമസ്കാരം എന്ന പേരിൽ ഒരു ബാബ് അല്ലാഹു തയ്യാറാക്കി അതിലൂടെ അവരെ വിളിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ മാറിപ്പോവാതിരിക്കാൻ അല്ലേ, വൈലുല്ലിൽ മുസല്ലീൻ എന്ന് ഉണർത്തിയ ആ ഭാഗം ഭയപ്പാടോടുകൂടെ ഓർക്കേണ്ടതാണ്. നിസ്കാരക്കാർക്ക് നാശമെന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ ചൊല്ലി അസ്വലാത്തു ലി അവ്വലി വഖ്തിഹാ. നിസ്കാരത്തിന്റെ ആദ്യ സമയം തന്നെ സൂക്ഷ്മതയോടെ നിസ്കരിക്കണം, ചെയ്യൂല. വെച്ച് പിന്തിച്ച് അവസാനം ളുഹറിന്റെ ഒടുവിലത്തെ സമയത്ത് കയറി അസറും കൂടെ ചേർത്ത് നിസ്കരിക്കും. ഞാൻ നിങ്ങളും പലരും അങ്ങനെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യ സമയത്ത് തന്നെ സൂക്ഷ്മതയോടെ ആദ്യ ടൈമിൽ തന്നെ നിസ്കരിക്കണം. ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ സൂക്ഷ്മതയോടെ, അവൻ അശ്രദ്ധമായി നിസ്കരിക്കുന്നു, നാശമാണ് നിസ്കരിക്കുന്നവന് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ അവൻ പെടൂല. അവന് കൃത്യമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആദ്യ സമയത്ത് സൂക്ഷ്മതയോടെ അവൻ നിസ്കരിക്കും. ഫർദും സുന്നത്തും ഒക്കെ കൃത്യമായി എടുക്കും. ആ നിസ്കാരത്തിൽ അവന്റെ അശ്രദ്ധ വരാതെ സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്സ് പറഞ്ഞാൽ, ഫാത്തിഹയുടെ അർത്ഥം നല്ലപോലെ മനനം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തതല്ല, ഫാത്തിഹയുടെ അർത്ഥം എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്നുകൂടെ ഉണർത്തുകയാണ്. നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പൊക്കെ ഉണർത്തൂലേ, ഈ മയ്യത്തിന്റെ മേലെ എനിക്ക് ഫറദാക്കപ്പെട്ട നിസ്കാരം 4 തക്ബീറായിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോടുകൂടെ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് പറഞ്ഞു തരൂലേ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ആ സമയത്ത് വീണ്ടും ഒന്നുകൂടെ ഉണർത്തി തരാണ്. അതേപോലെ ഇവിടെയും ഉണർത്തുകയാണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ഫാത്തിഹയുടെ അർത്ഥം നിങ്ങൾ അറിയണം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കണം. ആ അർത്ഥതലങ്ങളെക്കുറിച്ച് മെല്ലെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ചിന്ത മറ്റൊരു ഭാഗത്തേക്ക് പോകില്ല, വെളിയിൽ പോകൂല. ആ ഭാഗം മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനിർ റഹീമുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അല്ലാഹുവിനാകുന്നു. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമാണവൻ. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ. എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും നമുക്ക് എല്ലാവരും സഹായമാണ്. എല്ലാവരും നമുക്ക് എല്ലാ ഹൈറുകളും തരും അല്ലെ, നമ്മളെ സംരക്ഷിക്കും. നമ്മളെ വീട്ടിന്റെ ഉടമകൾ അവരൊക്കെയാണ്. പക്ഷേ പ്രതിഫല ദിവസം ഹിസാബ് ഇഖാബ് നടപ്പാകുന്ന മഹ്ശറിലെത്തുമ്പോൾ അവിടെ ഒരു വാപ്പച്ചിയും ഹെൽപ്പിനില്ല, ഒരു ഉമ്മയുമില്ല, ഒരു മന്ത്രിയുമില്ല, ഒരു മിനിസ്റ്ററുമില്ല, ആരുമില്ല. അവിടുത്തെ ഒരേ ഒരു നേതാവ് അള്ളാഹു, ഒരേ ഒരു സംരക്ഷകൻ അള്ളാഹു, ഒരേ ഒരു രക്ഷകൻ അള്ളാഹു. അതാണ്. അർത്ഥങ്ങളിലേക്കൊന്ന് ചിന്തിച്ചാൽ മതി. നിസ്കാരത്തിൽ എവിടെയും ചിന്ത പോകില്ല, അതിൻ്റെ ഉള്ളിൽ നിൽക്കും. നല്ല ഖുശൂ ഉണ്ടാവും, ഭയഭക്തി ഉണ്ടാവും. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. വാപ്പയെ ഉമ്മയെ ആശ്രയിച്ചിട്ട് അവർ നമുക്ക് സഹായം ചെയ്ത് തന്നിട്ട്, ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് നമ്മളൊരു 15 വയസ്സ് വരെയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ നാളും കൂടെ അവരുടെ ഹെൽപ്പിലാവും. പിന്നെ അവനൊരു മഈശത്തിൻ്റെ വഴി കിട്ടുമ്പോൾ പിന്നെ
അവന് സ്വന്തമായിട്ട് അല്ലേ, മറ്റൊരു ഡിപ്പെൻഡ് ചെയ്ത് നിന്നവർ സ്വന്തമായിട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ സ്വയം അവരുടെ ശമ്പളം കൊണ്ട് പിടിച്ചു നിൽക്കും. പിന്നീട് അള്ളാഹു ചെയ്ത നിഅമത്ത് അവർ വിവാഹമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവർക്കെല്ലാം മസ്കനും നഫക്കയൊക്കെ കൊടുക്കാനുള്ള സമ്പത്ത് അള്ളാഹു തരും. ഇതെല്ലാം അതിൻ്റെ ഒരു തർത്തീബാണ്. ഇതെല്ലാം തരുന്നത് അള്ളാഹുവാണ് എന്ന് ഓർക്കണം. മഅ്ബൂദുൽ ഹഖ് അള്ളാഹുവാണ്. അള്ളാഹു ആദരിച്ചവരെയൊക്കെ നമ്മൾ ആദരിക്കും. ആരാധന റബ്ബിന് മാത്രമാണ്. മഅ്ബൂദുൽ ഹഖ് റബ്ബിനാണ്. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കുകയാണ്. മഅ്ബൂദുൽ ഹഖ് അള്ളാഹുവാണ്, നീയാണ് എന്ന ഉറപ്പിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാപ്പ സഹായിച്ചാലും നമ്മൾ വാപ്പയോട് സഹായം ചോദിച്ചാലും എല്ലാ സഹായങ്ങളും വരുന്നത് നമ്മൾ ആരെടുക്കൽ തേടിയാലും മുഴുവൻ സഹായവും അള്ളാഹു തരുന്ന സഹായമാണ് അല്ലേ. നമ്മുടെ ദുനിയാവിൽ അങ്ങനെ ജീവിക്കുമ്പോൾ മുസബ്ബിബൽ അസ്ബാബായ റബ്ബ് അതിനൊരു ഓരോ വഴികൾ ഒരുക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം വരുന്നത് റബ്ബിൽ നിന്നാണ്. ഈ ഒരു ചിന്തയിലാണ് നിസ്കാരം വെളിയിൽ പോകില്ല. നിസ്കാരത്തിന്റെ ചിന്ത വെളിയിൽ പോകില്ല. അബദ്ധങ്ങൾ പിണയില്ല. വൈലുല്ലിൽ മുസ്വല്ലീൻ എന്ന ഭയപ്പാടിന്റെ ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ വിഭ്രാന്തിയുടെ സമയമല്ല. മഹ്ശറല്ല വിരല് കടിക്കേണ്ടി വരില്ല. കാരണം അവന്റെ നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവും. ഫാത്തിഹയുടെ അർത്ഥം വേണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ നേരായ മാർഗത്തിൽ നീ ആക്കണം റബ്ബേ, ഞങ്ങളെ ചേർത്ത് തരണം റബ്ബേ നേരായ മാർഗത്തിൽ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഞങ്ങൾ ആക്കേണ്ടത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹ് പടച്ചവനെ നിന്റെ കോപം കിട്ടിയവരുടെ മാർഗത്തിലല്ല. വലല്ലാലീൻ, വഴി പിഴച്ചു പോയവരുടെ വഴിയിലുമല്ല മാർഗത്തിലുമല്ല ഞങ്ങളെ നീ ചേർക്കേണ്ടത്. ആമീൻ. അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ. ഈ ലേറ്റായിട്ട് വളരെ ലഘുവായിട്ടുള്ള ഒരു ലഘു അർത്ഥം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ചിരുന്നാൽ നിസ്കാരത്തിൽ ചിന്ത മാറില്ല. ആർക്കാണ്? സ്വർഗത്തിലെ നമസ്കാരക്കാർക്ക് വേണ്ടി വിളിക്കുന്ന ബാബ്, അതിലൂടെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നിസ്കാരത്തിന് സൂക്ഷ്മത വേണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. തറാവീഹിന്റെ ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ ദുആ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വേണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന അഊദു വേണം. ഇനി അതേപോലെ അവസാനത്തെ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത്രയും പറയണം. പറഞ്ഞിട്ടാണ് നമ്മൾ സലാം വീട്ടേണ്ടത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അവരെയാണ് അള്ളാഹു ആ പവിത്രമായ നിസ്കാരം ബാബു സ്വലാത്തിലൂടെ അള്ളാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ പരിശുദ്ധമായ മുത്തുബദരീങ്ങളുടെ പുണ്യരാവ് അടുത്തു വരികയാണ്. തിങ്കളാഴ്ച മഗ്രിബിന് ശേഷമാണ് ആ പുണ്യരാവ് ആരംഭിക്കുന്നത്. ആ മഹത്തുക്കൾക്ക് വേണ്ടിയുള്ള മൗലിദൊക്കെ നമ്മൾ ഓതും, അവരെ ഓർക്കും. അവർക്ക് വേണ്ടി ബാബുൽ ജിഹാദ്, ധർമ്മസമരം ചെയ്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി അവർക്കും പ്രത്യേക വാതിലുണ്ട്. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സിൽ ഉണർത്താം ആ മഹത്വമേറിയ അനുഗ്രഹീതമായ ആ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവം. ഇൻഷാ അള്ളാഹ് മഹത്തുക്കളെ കൊണ്ട് തബറുക്കെടുക്കണം, ബറക്കത്തെടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാകട്ടെ. ഇന്നത്തെ നോമ്പുതറ നൽകിയിട്ടുള്ളത് നമ്മുടെ VKM ബ്രദേഴ്സിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും മുന്നിൽ നിൽക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ അവർക്ക് എല്ലാവിധ ഖൈറും നൽകണേ റഹ്മാനെ. തറാവീഹിന് ശേഷമുള്ള ചീരണി നൽകിയതും അവരാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളെയും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം അല്ലാഹ്. ഞങ്ങൾക്ക് റമദാന്റെ സമ്മാനമായ തഖ്വ നൽകണം അല്ലാഹ്. ഇഖ്ലാസ് നൽകണം അല്ലാഹ്. പരിശുദ്ധ റമദാനിന്റെ റിസ്ഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, റമദാന്റെ രോഗശമനം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഅ്മിനുകളും മുഅ്മിനാത്തുകളും മണ്ണറയിലുണ്ടല്ലാ, അവരുടെ ഖബറിടങ്ങളെ മണിയറകളാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, നോക്കത്താ ദൂരത്ത് അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോമ്പുതുറ നൽകി അല്ലാഹ്, നോമ്പുകാരുടെ ദുആഇൻ ഇജാബത്ത് നൽകണേ റഹ്മാനെ.
അവർക്കെല്ലാ ഖൈറും നൽകണേ അല്ലാ. അവരുടെ എല്ലാം സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. നാട്ടിലുള്ളവരും പ്രവാസികളുമുണ്ട്, ഖൈറ് ചൊരിയണം അല്ലാ. റിസ്ഖിൽ വിശാലത നൽകണം അല്ലാ. റബ്ബേ അവർക്കെല്ലാം നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാ അവരുടെ എല്ലാം ഇബാദത്തുകളിൽ സൂക്ഷ്മത പുലർത്താൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അസ്വലാത്തു ലിഅവ്വലി വഖ്തിഹാ, കൃത്യസമയത്ത് 5 വഖ്ത് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളാക്കി മാതൃകാ കൂട്ടുകാരാക്കി നല്ലവരാക്കി നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്കെല്ലാം നീ സുന്ദര സുവനത്തിൽ ഉന്നത സ്ഥാനം നൽകണേ റബ്ബേ. അവരുടെ സമ്പത്ത് കുറവില്ലാതെ ഇരട്ടിക്കിരട്ടിയായി തിരികെ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഒരു കുറവും നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ അവരിൽ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഖൈറായ ഇണകളെ നൽകണം റബ്ബേ. ഖൈറായ വാഹനം, ഖൈറായ ഭവനം നൽകണേ റബ്ബേ. അല്ലാഹുവേ വിവാഹം കഴിച്ച് മക്കൾക്ക് വേണ്ടി കൊതിച്ചു കഴിയുന്നവർക്ക് ഖൈറായ ആൺ പെൺമക്കളെ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ മഈശത്തിൽ റിസ്ഖിൽ അവരുടെ കച്ചവടങ്ങളിൽ എല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പ്രിയപ്പെട്ട കുരുന്നുമക്കളെ തറാവീഹിന് ശേഷം ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ചപ്പോ റബ്ബേ നീ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. ശിശുമാനസരാക്കണേ അല്ലാ. ഇന്നു പിറന്ന കുഞ്ഞിനെ പോലെ സംശുദ്ധരാക്കണേ അല്ലാ. പുണ്യ റമദാനിലെ അവരുടെ ഇബാദത്തുകളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഇനിയും നന്മകൾക്ക് മുന്നിട്ട് ഇറങ്ങാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അതിനുള്ള നിയ്യത്ത് കൊടുക്കണം റഹ്മാനെ. അതിനുള്ള സമ്പത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബാദികളിൽ മണ്ണറയിലുള്ള എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണം റഹ്മാനെ. അല്ലാഹ് അവർ നൽകിയ ഭക്ഷണത്തിന്റെ ബറക്കത്ത് കൊണ്ട്, നോമ്പുതുറയുടെ ബറക്കത്ത് കൊണ്ട് റയ്യാനിന്റെ ബാബിലൂടെ സുന്ദര സുവനത്തിലേക്ക് അവരെ വിളിക്കണം റഹ്മാനെ. അല്ലാഹുവേ സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ അവരുടെ ഖബറുകളിൽ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ 5 വഖ്ത് ഖളാ ആകാതെ കൃത്യസമയത്ത് നിസ്കരിക്കുന്നവരാക്കി ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മുഖ്ലിസീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളെ പരിശുദ്ധ റമദാൻ അനുകൂല സാക്ഷിയാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. എല്ലാവർക്കും സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് സലാമത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മഹല്ലിൽ എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി ദുആ ഇരക്കുന്നവർക്കെല്ലാം റഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണം അല്ലാഹ്. അവിടുന്ന് കാവൽ തേടിയ സർവ്വ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനെ. ബിഹഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.